ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഒറ്റക്കൊലസ് എന്ന സുധാകർ മംഗളോദയൻ നോവലിൻ്റെ 6ാമത്തെ എപ്പിസോഡ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഇഷ്ടക്കാരൻ്റെ ഒപ്പം പോകുന്നു എന്ന് കത്തെഴുതി വെച്ചിട്ടുണ്ട്. ജയന്തൻ എന്ന മണവാളൻ്റെ മുഖത്ത് തീപിടുത്തമുണ്ടായി. താനടക്കം പ്രപഞ്ചമാകെ എരിയുന്നതായിട്ട് അയാൾക്ക് തോന്നി. അധ്യായം 15. മുന്നിൽ കണ്ട തീ ദേവിയുടെ നെയ്വിളക്കിൽ നിന്നും ഉയർന്നതായിരുന്നു. ഒരാളൽ വീണ്ടും തിരി പതിഞ്ഞ് കത്താൻ തുടങ്ങി. ജയന്തൻ കണ്ണുകൾ നിറച്ചു, കൈകൾ മുട്ടുകളായി. അമ്മേ, മാപ്പ്, അയാൾ മന്ത്രിച്ചു. പെൺകുട്ടികളുടെ ഹൃദയമിട്ട് പന്താടിയ സുന്ദരൻ കല്യാണ മണ്ഡപത്തിലെത്തിയപ്പോൾ അയാൾക്ക് മാത്രം വധുവില്ലാതെ. വധു അവളുടെ കാമുകനൊപ്പം പോയി എന്ന് പരസ്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപമാനം കൊണ്ട് ഭൂമിയിൽ താണു പോകാൻ അയാൾ ആഗ്രഹിച്ചു. ഇനി മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് മറ്റൊരു മുഹൂർത്തം കണ്ടെത്തി വിവാഹം നടത്താം. അതേ വഴിയുള്ളൂ, ആരോ പറഞ്ഞു. പെണ്ണില്ലാതെ കല്യാണം നടക്കില്ലല്ലോ. ഈ മുഹൂർത്തത്തിന് കല്യാണം നടന്നില്ലെങ്കിൽ ഇനി അവന് കല്യാണം നടക്കില്ലെന്നാ ജ്യോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. ജയന്തൻ്റെ അച്ഛൻ വേവലാതിപ്പെട്ടു. കുറേ ആലോചനകൾക്ക് ശേഷം ഇതൊന്നും ഒത്തുവന്നത്. സ്വത്തൊക്കുമ്പോൾ ജാതകം ഒക്കില്ല, ഇത് രണ്ടും ഒക്കുമ്പോൾ സൗന്ദര്യം ഒക്കില്ല. എല്ലാം ഒത്തു വന്നപ്പോൾ എന്ന് വെച്ചാൽ എടുപിടിയിൽ നിന്ന് ഇപ്പോൾ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? മറ്റൊരാൾ ചോദിച്ചു. വരൻ്റെ പക്ഷത്തെ തീരുമാനമറിയാതെ പൂജാരി നിന്ന് കുഴഞ്ഞു. എന്താ വേണ്ടത്? എനിക്ക് അകത്തേക്ക് പോകാമോ? ദമ്പതികളെ ആശീർവദിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ആളുകൾ പരസ്പരം നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നവർക്ക് നിരാശയും ദേഷ്യവും. ഇങ്ങനൊരനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യ. എന്തൊരു നാണക്കേട്. കല്യാണത്തിന് പോന്നിട്ട് പെണ്ണില്ലാതെ തിരികെ ചെന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആളുകൾ കൂവും. പെണ്ണ് വീട്ടുകാരെയാ തല്ലേണ്ടത്. പെണ്ണിങ്ങനെ ഒരു പോക്കത്തിരം കാണിക്കുമെന്ന് അവരും വിചാരിച്ചു കാണൂലേ? പലതരം അഭിപ്രായങ്ങളാണ്. അവയ്ക്കിടയിൽ ജയന്തൻ മുഖം കുനിച്ചു നിന്നു. അപ്പം ആനന്ദം ഹേമലതയോട് പറഞ്ഞു, കേട്ടില്ലേ, ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നിൻ്റെ തിരുമേനിയുടെ വിധി ആകെ മാറിയില്ലെന്ന് നോക്ക്. ഇതാണ് ദൈവത്തിൻ്റെ കളി. ഒരു ചതിയനെയും ഒരു കള്ളനെയും വെച്ചു വാഴിക്കുന്ന ആളല്ല അമ്മ. അതുകൊണ്ടല്ലേ അയാളെ നിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്നത്? ഹേമലത ഏങ്ങി കരഞ്ഞു. മുഴുഭ്രാന്തായിട്ട് ഈ നടക്കലെത്തിയതാണ്. ക്രമേണ സുബോധം തിരിച്ചു കിട്ടി. ദുഃഖങ്ങൾ താങ്ങാനായി. ഭജനസംഘത്തിൽ അവളും ഒരാളായി. ഒരാളുടെ ദുഃഖം എല്ലാവരുടേതുമായി. പല ദിക്കിൽ നിന്ന് എത്തിയവർ ഒരു വീട്ടിലെ അംഗങ്ങളായി, ഒരമ്മയുടെ മക്കളായി. എങ്കിലും ഹേമലതയ്ക്ക് അനുഗ്രഹം ഉണ്ടായില്ല. അമ്മക്കോമരം അവളെ അവഗണിച്ചു. എന്നേക്കും ഭജന തീരുവെന്നറിയാതെ മടക്കത്തെക്കുറിച്ച് ധാരണയില്ലാതെ പാട്ടും മാട്ടുമായിട്ട് നീങ്ങിയ ദിവസങ്ങൾ. ഭാവിയെക്കുറിച്ചുള്ള അലട്ടലില്ലായിരുന്നു, കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലായിരുന്നു. പക്ഷെ അമ്മ തൻ്റെ കണ്ണീര് കണ്ടിരിക്കുന്നു. ഒടുവിൽ അയാളെ ഇതാ ഈ തിരുനടക്കിൽ കൊണ്ടുവന്നു. എന്തത്ഭുതം! അമ്മയുടെ വിളയാട്ട് തന്നെ. ഹേമലത നടക്കിൽ വീണു. മതി, എനിക്കിത്രയും മതി. കാക്ക നീയുണ്ടെന്ന് അറിഞ്ഞാൽ മതി അമ്മേ. അപ്പോഴാണ് അകത്തു നിന്നൊരു ചിലമ്പച്ച. അമ്മക്കോമരം മിളകിയാടി വരികയാണ്. ആനന്ദവും പാപ്പാത്തിയും ചേർന്ന് ഹേമലതയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാധാരണ ഗുരുതി നേരത്താണ് അമ്മ വെളിപ്പെടുക. ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കേണ്ട നേരമാണ്. ഈ സമയത്തുള്ള അമ്മയുടെ വരവ് ഭക്തരിൽ അമ്പരപ്പുണ്ടായി. അമ്മേ നാരായണ വിളികളായിരുന്നു. തുള്ളി ഉറഞ്ഞെത്തിയ കോമരം മരയിലെ സഞ്ചിയിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം എടുത്ത് ഹേമലതയുടെ നെറ്റിയിൽ തിലകം ചാർത്തി. മകളെ, ഇന്ന് നീ സുമംഗലി. ഭർത്താവിനോടൊപ്പം നിനക്ക് മടങ്ങിപ്പോകാം. തൃപ്തിയായോ? നിനക്ക് തൃപ്തിയായോന്ന്? ഹേമലത കാൽക്കൽ വീണ് നമസ്കരിച്ചു. അർദ്ധഗർഭമായി മൂളിക്കൊണ്ട് കോമരം ചുറ്റിനും കണ്ണോടിച്ചു. കയ്യിലെ പൂത്തട്ടിൽ നിന്നും ഒരു പിടി പൂക്കൾ വാരി മുകളിലേക്കെറിഞ്ഞു. പിന്നെ തിരിഞ്ഞ് അകത്തേക്കൂടി. നടക്കൽ ചെന്ന് കമന്നു വീണു. പലർക്കും ആ വെളിപാടിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ആളുകൾ അമ്പരപ്പോടെ പരസ്പരം നോക്കി. ജയന്തൻ്റെ കണ്ണുകൾ ഹേമലതയിലായിരുന്നു. ഒരിക്കലും ഇനി കാണുമെന്ന് ഓർത്തല്ല. പുണ്ടരീകപുരത്ത് വെച്ച് കല്യാണം നിശ്ചയിച്ചപ്പോഴും ഇവിടെ വെച്ച് അവളെ കണ്ടെത്തുമെന്ന് ഓർത്തല്ല. വലിച്ചെറിഞ്ഞ് കടന്നു പോകുന്നതാണ്. വേണ്ടാതായി ഉപേക്ഷിച്ച വസ്തുക്കളെക്കുറിച്ച് പിന്നീട് ഒരിക്കലും ഓർത്തിട്ടില്ല. നേടാനുള്ളവയ്ക്ക് പുറമേയായിരുന്നു മനസ്സ് എപ്പോഴും. ജയന്തൻ നടന്ന് ഹേമലതയുടെ അരികിലെത്തി. മാപ്പയമ്മ, നീയടക്കം പല കുട്ടികളോടും ഞാൻ ചെയ്ത ചതിക്കുള്ള ശിക്ഷയായപ്പോൾ എനിക്ക് കിട്ടിയത്.
മാപ്പ് പറയാൻ പോലും എനിക്ക് ചളിപ്പുണ്ട്. മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. തലതാഴ്ത്തി നിന്നിരുന്ന ഹേമലത മെല്ലെ മുക്കുയർത്തി. ജയന്തൻ്റെ കണ്ണുകളുമായിട്ട് ആ കണ്ണുകളെ സന്ധിച്ചു. കാണുന്ന പെൺകുട്ടികളെയൊക്കെ ആശിച്ചവനെ ഞാൻ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ജയന്തൻ അറിയിച്ചു. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മറ്റൊരുവനെ നോക്കിയിട്ട് പോലുമുള്ളവരാവരുതെന്ന് ഞാൻ ക്ഷണിച്ചു. പ്രേമിച്ച ഒരു പെണ്ണിനെയും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. നാട്ടുമ്പുറത്തെ ഏതെങ്കിലും ആഢ്യഗ്രഹത്തിൽ നിന്നും സൗന്ദര്യത്തിൻ്റെ നിറകതിരും സത്സ്വഭാവത്തിൻ്റെ വിളനിലവുമായ സമ്പന്നയായ ഒരു പെണ്ണിനെയാണ് ഞാൻ തിരഞ്ഞു നടന്നത്. കണ്ടെത്തിയെന്ന് വിചാരിച്ചു. ആത്മനിന്ദയുടെ ഒരു ചിരി ആ മുഖത്ത് പ്രകടമായി. ഇപ്പം ഇങ്ങനെ ഒരു ചതി സംഭവിച്ചതുകൊണ്ടാണല്ലോ മാപ്പ് പറയാനായിട്ട് എൻ്റെ മുന്നിൽ എത്തിയിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ. ശരിയാണ്, ജയന്തൻ സമ്മതിച്ചു. ഒന്ന് വീഴുമ്പോഴേ ഏതവനും ബോധമുണ്ടാവും. സാരമില്ല, എനിക്ക് പിണക്കമൊന്നുമില്ല. നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുമില്ല. ഞാനിപ്പോൾ പഴയ ഹേമയല്ല. ശാന്തമാണ് എൻ്റെ മനസ്സ്. എങ്കിൽ ഈ മുഹൂർത്തം തെറ്റിക്കരുത് ഹേമ. എനിക്ക് വിധിച്ചത് നീയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വേഷം പോലും മാറണ്ട. മണ്ഡപത്തിലേക്ക് കയറി വാ. വേണ്ട തിരുമേനി. അവൾ മുഖം കുടഞ്ഞു. ഇനിയിപ്പോൾ കല്യാണത്തിനൊന്നും ഒരു മോഹമില്ല. അമ്മയുടെ നടക്കിൽ പാടിയും ആടിയും സുഖമായിട്ട് ഞാൻ കഴിഞ്ഞോളാം. തിരുമേനിക്കിപ്പോൾ പെട്ടെന്നൊരു വധുവിന് വേണം. അത്രയല്ലേ വേണ്ടൂ. ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താനാവും. പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ. ഹേമലത ആനന്ദത്തെയും പാപ്പാത്തിയും നോക്കി. ഞാൻ കണ്ടുപിടിച്ചു തരാം. ആനന്ദവും പാപ്പാത്തിയും തിടുക്കത്തിൽ പിന്നിലേക്ക് വലിഞ്ഞു. ഇല്ല, ജയന്തൻ മുഖം മുറുക്കി. മുഹൂർത്തം കഴിഞ്ഞു പോയിക്കോട്ടെ. കല്യാണം വേണ്ടെന്ന് ഞാൻ വച്ചേക്കാം. ഹേമയ്ക്ക് സമ്മതമില്ലെങ്കിൽ. ഹേമലത പതറി. വാശിയൊന്നും എനിക്കില്ല. ഭജനയ്ക്ക് വന്നപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ തിരുമേനി എനിക്ക് തിരിച്ചു തരണേ എന്നായിരുന്നു. ഇപ്പോൾ ദേവി ഞാൻ പ്രാർത്ഥിച്ച് തന്നിരിക്കുന്നു. വേണ്ട എന്ന് പറയുന്നത് ദേവിയോടുള്ള നിന്ദയാണ്. ഭർത്താവോടത്ത് മടങ്ങിപ്പോകാമെന്ന് ഇത്തിരി മുമ്പേ അമ്മ കോമരം ആശീർവദിച്ചതേ ഉള്ളൂ. അത് വിഫലമാകണ്ട. പൂർണ്ണ മനസ്സോടെയാണ് തിരുമേനി ആവശ്യപ്പെടുന്നെങ്കിൽ ഞാനിനി അകത്തേക്ക് പോയിക്കോട്ടെ. പൂജാരിയുടെ അവസാനത്തെ അന്വേഷണം. ഉച്ചപൂജയ്ക്ക് നടയറക്കാറായിരിക്കുന്നു. വരൂ. പെട്ടെന്ന് ജയന്തൻ ഹേമലതയുടെ കൈ കവർന്നു. ഇത് ദൈവനിശ്ചയാണ്. പിന്നെ പൂജാരിയോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കൂടെ ആശീർവദിച്ചിട്ടേ പോകാവൂ തിരുമനസ്സേ. അതോടെ ചുറ്റും കുരവയുയർന്നു. നാദസ്വരവും തകലും ശബ്ദിച്ചു. പനിനീർ വീശികളിൽ നിന്നും കുളിർമഴ പെയ്തു. മണ്ഡപത്തിന് ചുറ്റും ആൾത്തിരക്ക്. ഇപ്പോൾ അവർ കാണുന്നത് ഒരു അത്ഭുത കല്യാണമായിരുന്നു. ഭജനസംഘത്തിലെ യുവാക്കളും യുവതികളും പൂക്കടകളിൽ നിന്നും പൂക്കൾ കൊണ്ടുവന്ന് പുഷ്പവൃഷ്ടി നടത്തി. ജയന്തൻ നമ്പൂതിരി ഹേമലത വാരസ്യരുടെ കഴുത്തിൽ താലയർത്തി. പിന്നെ ഇരുവരും പരസ്പരം മാല മാറി. വധൂവരന്മാർ ക്ഷേത്രപ്രദക്ഷിണം കഴിഞ്ഞ് നടക്കിലെത്തിയപ്പോഴേക്കും ഉച്ചപൂജയ്ക്ക് നട അടിച്ചു കഴിഞ്ഞിരുന്നു. ജയന്തൻ്റെ ഒപ്പം ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു. ഹേമലതയ്ക്ക് തുണിയായി വന്ന് താമസിച്ചിരുന്നത് ചെറിയമ്മയായിരുന്നു. ക്ഷേത്രവുമായിട്ട് ഹേമയ്ക്ക് നല്ല പരിചയം വന്നപ്പോൾ ചെറിയമ്മ തിരികെ പോയി. പിന്നെ ആനന്ദമായിരുന്നു ഹേമയ്ക്കെല്ലാം. ആനന്ദത്തിൻ്റെ ബന്ധുക്കൾ ഇടയ്ക്കിടെ വന്നു പോകും. ഇപ്പോൾ ഹേമയുടെ തോഴിയും ബന്ധുവും എല്ലാമായി ഒപ്പം കൊണ്ടായിരുന്നത് ആനന്ദമാണ്. പിന്നെ പാപ്പാത്തിയും. ഭജന സംഘത്തിലുള്ളവർക്ക് അന്ന് ഉത്സവമായി. ഓർക്കാപ്പുറത്ത് ദേവി ഹേമയുടെ കല്യാണം നടത്തി കൊടുത്തുവല്ലോ. വരൻ്റെ കാൽ കഴുകിയത് ഹരിയായിരുന്നു. പെണ്ണിൻ്റെ കൈപിടിച്ച് വരന് നൽകിയത് വൃദ്ധ സന്യാസി. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഉപദേശങ്ങൾ നൽകി യാത്ര അയക്കാൻ കാവേരി അമ്മ. ഗോപുരത്തെങ്കിൽ നിന്നും വധുവരന്മാർ കയറിയ കാറ് നീങ്ങിയപ്പോൾ തൻ്റെ ഇടക്കാരിയായ ആനന്ദം ഏങ്ങലടിച്ചു കരഞ്ഞു. ഞാൻ ഒറ്റയായി. അയ്യോ, എല്ലാവരെയും ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാറുള്ള നീ ഇത്ര മണ്ടിക്കുട്ടിയാണോ? കാവേരിയമ്മ പരിഹസിച്ചു. പിന്നെ നടക്കിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു, നീ ഒരു പക്ഷഭേദക്കാരിയാണ് എൻ്റെ കാർത്തിയാനി. ചിലരെ പെട്ടെന്നങ്ങ് ഇഷ്ടമാവും, ചിലർക്ക് വാരിക്കോരി കൊടുക്കും, ചിലരോട് പിശുക്ക്. ഏതായാലും താമസിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും കൊടുക്കുമെന്ന് മനസ്സിലായി. ആ സ്ഥിതിക്ക് എനിക്കും കാര്യമായി കിട്ടാതിരിക്കില്ല. എൻ്റെ മാർക്കണ്ഡനെ ദണ്ണം മാറ്റി ഞങ്ങൾക്ക് സുഖമായി കഴിയാനുള്ളത് തന്നു വിട്ടാൽ മതി. പിന്നെ ഞങ്ങളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. എന്നിട്ട് ആനന്ദത്തിൻ്റെ നേർക്ക് കണ്ണിറുക്കി കാട്ടി. നിനക്കും ഉണ്ടാവടി മോളെ ഇതുപോലൊരു ദിവസം. അപ്പോഴാണ് പാപ്പാത്തി അവരുടെ കണ്ണിൽപ്പെട്ടത്. പക്ഷേ ഈ പെണ്ണിൻ്റെ പോക്ക് അത്ര ശരിയില്ല. വലിയ ആമ്പിള്ളേരുടെ കൂടെ നടക്കണ പെണ്ണിനെ എൻ്റെ ചെക്കന് വേണ്ട. ഇത്തിരി തൊലി വെളുത്തുവെന്ന് വെച്ചിട്ട് എന്താ കാര്യം? പാപ്പാത്തി മുഖം തിരിച്ചു നിന്നു. ഹരിമുന്നിലെത്തിയപ്പോൾ അവൾക്ക് ആഹ്ലാദമായി. പ്രേമത്തിന് ദേവി എതിരില്ലെന്ന് ഹേമലത അനുഭവത്തോടെ തെളിഞ്ഞു. ഇല്ലേ പാപ്പ? ഹരി ചോദിച്ചു. പാപ്പാത്തി നാണിച്ചു.
ഒരു നാൾ നമുക്കുണ്ടാവും ഒരു ദിവസം, ഹരി പറഞ്ഞു. ജയന്തൻ്റെ ബന്ധുക്കളൊപ്പം ഉണ്ടായിരുന്നേ. ഹേമലതയെ തനിച്ചായുള്ളൂ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തനിച്ചായിരിക്കും. ദേവിയും ദേവിയുടെ ഭജന സംഘവും മാത്രമേ നമ്മെ തുണയ്ക്കാൻ കാണൂ. പാപ്പാത്തിക്ക് അമ്പരപ്പ്. അവൾ ഹരിയെ നോക്കി. ഓപ്പോളും ചേട്ടനും നമ്മെ സപ്പോർട്ട് ചെയ്യുമെന്നും തോന്നുന്നില്ല. സാരമില്ല, പാപ്പ ഒപ്പം ഉണ്ടായാൽ മതി. നിന്റെ ശേഷനും ഷിത്തിയും തേടി വന്നിടാന്നില്ല. കാര്യമായ അവർക്കൊന്നും കാട്ടാൻ കഴിയില്ല. എന്നാലും സൗര്യം കെടുത്താൻ. പാപ്പാത്തിയുടെ മുഖം മാറി. കൊന്നിടും ഞാൻ. പെട്ടെന്ന് ഹരി അവളുടെ വായി പത്തി. അയ്യോ വേണ്ട, ഇനി ആ വിഷയം നമുക്ക് പറയണ്ട. ഞാൻ ഓർക്കാതെ അബദ്ധം പണിഞ്ഞതുപോലെ അവൻ വിരൽ കുടഞ്ഞു. അവർ കുന്നുകയറി വരികയായിരുന്നു. ഒരു കറുത്ത പാറ കയറി ഇറങ്ങിയപ്പോൾ മുന്നിൽ രവി കനത്ത മുഖമായിട്ട് നിൽക്കുന്നു. ഹരി നിന്നു. പാപ്പാത്തി അവൻ്റെ പിന്നിലൊളിച്ചു. അപ്പോൾ ഈ തമിഴത്തി പെണ്ണിനെ തന്നെ വേണമെന്നാണ് ഇയാൾക്ക് അല്ലേ? രവി ചോദിച്ചു. ഹരി മനസ്സിലാകാത്തതുപോലെ രവിയുടെ മുഖത്തേക്ക് നോക്കി. തനിക്കറിയില്ല ചങ്ങാതി. ചിരി കൊട്ടിക്കൊണ്ട് രവി തുറന്നു. ഇതെത്ര സുഖമായിട്ട് പരിവസിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ വന്നത് ഭജിക്കാനൊന്നും അല്ലാന്ന് അറിയാലോ. ആനന്ദം പറഞ്ഞത് കൈവിഷം. രവി പൊട്ടിച്ചിരിച്ചു. ഇവിടുത്തെ വട്ടുകേസുകൾ ചോദിക്കുമ്പോൾ വല്ലതും പറയണ്ടേ? ഞാൻ വന്നത് ഇവളെ തേടിയാ. പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച ഇവള് തീർത്ഥാടകരെ ബസ്സിൽ കയറി പറ്റിയത്. പക്ഷെ ഞാൻ കണ്ടു. താൻ ഉദ്ദേശിക്കുന്ന സൈസല്ല പെണ്ണ്. പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉടക്കേണ്ടി വരും. മടിക്കുത്തിൽ നിന്ന് ഒരു തുണിച്ചുരുളെടുത്ത് രവി ഹരിഗോവിന്ദൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു. സംശയമുണ്ടെങ്കിൽ നോക്ക്, ഇത് അവളുടെ ഷാള. ഓടുമ്പോൾ ഉരിഞ്ഞു പോയത്. മഞ്ഞ നിറത്തിൽ സ്വർണ്ണമുത്തുകൾ തുന്നിച്ചേർത്ത ഒരു നൈലോൺ ഷാൾ പിടർന്നു വന്ന് ഹരിയുടെ മുന്നിലെ കദളിച്ചെടിയിലേക്ക് വീണു. അവളോട് തന്നെ ചോദിക്ക്, അത് അവളുടേതല്ലെന്ന്. എന്നിട്ട് എൻ്റെ കയ്യിൽ മടക്കിത്തരണം. പറഞ്ഞിട്ട് രവി പാറയിലൂടെ ഓടിയിറങ്ങി താഴേക്ക് പോയി. അപൂർവ ഭംഗിയുള്ള ആ ഷാളിലേക്ക് പാപ്പാത്തിയുടെ മുഖത്തേക്കും ഹരി മാറി മാറി നോക്കി. പിന്നെ കദളിച്ചെടിയെ മൂടിക്കിടക്കുന്ന ആ ഷാള് മെല്ലെ വലിച്ചെടുത്തു. ഹരി വീണ്ടും പാപ്പാത്തി നോക്കി. അധ്യായം 16. ഈ ഷാള് പാപ്പാത്തി കണ്ണടച്ച് കാണിച്ചു. ഈ ഷാള് പാപ്പയുടേതാണോ? അവളുടെ നേർക്ക് തിരിഞ്ഞു നിന്ന് വീണ്ടും ഹരി. എനിക്കറിയണം. അല്ല, പാപ്പാത്തി മുഖം ചലിപ്പിച്ചു. അവൻ പറഞ്ഞത് നുണയാണ് സുപ്പു. കള്ളനാവൻ, ദുഷ്ടനാവൻ. പാപ്പ കരയാൻ ആരംഭിച്ചു. അതിന് പാപ്പ കരയുന്നത് എന്തിനാ? ഹരി ചോദിച്ചു. അവൻ പറയുന്നതല്ല എനിക്ക് വിശ്വാസം, നീ പറയുന്നതാണ്. പാപ്പാത്തിയുടെ മുഖം തെളിഞ്ഞു. ഹരി ആ ഷാള് പരിശോധിച്ചു. വില കൂടിയ ഷാളാണ്. ഒരു ധാവണിയുടെ വലിപ്പമേ ഉള്ളൂ. എങ്കിലും ധാവണിയായല്ല അത് ഉപയോഗിക്കുന്നത്. ചുരിദാർ കുർത്തയോ സാൽവാർ കമ്മീസോ ആണ് പെൺകുട്ടികൾ മേൽവസ്ത്രമായിട്ട് ധരിക്കുന്നത്. അറിഞ്ഞിടത്തോളം ഇത് പാപ്പായുടേതാവാൻ യാതൊരു സാധ്യതയില്ല. സമ്പന്നമായ ഒരു പരിഷ്കൃത യുവതിയുടേതാവണം ഇത്. പാപ്പ അന്ന് തീർത്ഥാടകരുടെ വണ്ടിയിലാണ് പുണ്ടരീകപുരത്തെത്തിയെന്ന് പറഞ്ഞത് നേരല്ലേ? ഹരി തിരക്കി. അതെ, ബസ്സിൽ വെച്ചാണ് ഞാൻ കാവേരി അമ്മയോടൊപ്പം ചേർന്നത്. ബസ്സിൽ കയറി മുമ്പ് പാപ്പയെ പോലീസുകാർ ഓടിച്ചുവെന്ന് പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? ഞാൻ പട്ടണത്തിലെത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ ആരൊക്കെയോ എൻ്റെ പിന്നാലെ വന്നു. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടി. ആരാണ് പിന്നിലുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവറ്റോളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഓടി വണ്ടിയിൽ കയറിയത്. സാരല്ല, ഹരി അറിയിച്ചു. പിന്നാലെ വന്നവരുടെ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ തേടി ഇവിടെ എത്തിയത്. അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടേ ഒരു ഷാളും സംഘടിപ്പിച്ചിരിക്കണം. വല്ല പെൺപിള്ളേരുടേതാവും. ഹരി മുമ്പോട്ട് നടന്നു. പിറകെ പാപ്പാത്തിയും. രവിയുടെ വർത്തമാനം ഹരിയെ അല്പം ബാധിച്ചിരുന്നില്ല. രവി ആരാണെന്ന് ഏറെക്കുറെ ഊഹിക്കാൻ അവന് കഴിഞ്ഞു. പാപ്പ ആരോരും ഇല്ലാത്തവളാണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ തീർത്ഥാടകരുടെ വണ്ടിയിൽ അവൾ കയറുന്നത് അവൻ കണ്ടിരിക്കും. അവളെ പിന്തുടർന്നാവാം ഇവിടെ എത്തിയതും. എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് തന്നെ അവളിൽ നിന്ന് മാറ്റുകയാണ് രവിയുടെ ഉദ്ദേശം. അത് നടക്കില്ലെന്ന് കണ്ട അടുത്ത പണി ഭീഷണിയാവും. അവൻ ഇനിയും എന്തെല്ലാം നാടകങ്ങൾ കളിക്കുമെന്ന് സങ്കല്പിക്കാൻ ഹരിക്ക് കഴിഞ്ഞു. പാപ്പ അല്പവും പതറാൻ പാടില്ല, ഹരി പാപ്പാത്തിയോട് പറഞ്ഞു. തനിയെ കുന്നുംപുറത്ത് വരാനും പാടില്ല. പുണ്ടരീകപുരത്തു നിന്നും അവരെ പറഞ്ഞയക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ. പുണ്ടരീകപുരത്തമ്മ എല്ലാവരുടേതുമാണ്. സമ്മതഭാവത്തിൽ പാപ്പാത്തി തലകുനിച്ചു നിന്നു. ഹരിക്ക് പാപ്പായോടുള്ള പ്രിയം ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു. ഒരു കഴുകനായിട്ട് രവി അവൾക്ക് ചുറ്റും പറന്നു നടക്കുന്നതായിട്ട് അവൻ കണ്ടു. അവളൊരു കിളിക്കുഞ്ഞ്. ഒരു തള്ളപ്പക്ഷിയുടെ കരുതലായിരുന്നു ഹരിക്ക്. അല്പനേരത്തേക്ക് അവളെ കാണാതായാൽ അവൻ അന്വേഷിക്കും. രാത്രി ഉറങ്ങാൻ നേരം അവളെ ജനലരികിൽ ചിരാത് കത്തിച്ച് കാണിക്കും.
അത് കണ്ടാണ് അവൻ ഉറങ്ങുക. ഒരു ഉച്ചനേരം രവി ഹരിയുടെ മുറിയിലെത്തി. ആ ഷാളെവിടെ? ഓ ശരി. ഹരി സന്തോഷപൂർവ്വം ആ ഷാളെടുത്ത് കൊടുത്തുകൊണ്ട് രവിയെ ഏൽപ്പിച്ചു. കൊണ്ടുപോയി ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥയ്ക്ക് കൊടുത്തേക്ക്. തൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്ന ആ തമിഴ് പെണ്ണ് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ, ചിരികൊട്ടിക്കൊണ്ട് രവി പറഞ്ഞു. ഓടി ബസ്സിൽ കയറുമ്പോൾ അവളുടെ ദേഹത്തുനിന്ന് ഊർന്നു വീണതാ. ഹരി ചിരിച്ചു. തനിക്ക് തെറ്റി ചങ്ങാതി. പാവാടയും താവണയും അണിഞ്ഞു നടക്കുന്നൊരു നാടൻ പെണ്ണ അവൾ. ഈ ഷാള് ധരിക്കുന്നത് ചുരിദാറോ കമ്മീസോ ഒക്കെ ഉപയോഗിക്കുന്ന കോളേജ് പെൺകുട്ടികളാണ്. അന്ന് അവൾ ധരിച്ചിരുന്നത് ചുരിദാർ കമ്മീസായിരുന്നു. ഒരു മഞ്ഞ ചുരിദാർ, മഞ്ഞയിൽ സ്വർണ്ണപ്പൊട്ടുകളുള്ള കമ്മീസ്. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അന്നവൾ ആ നീണ്ട മുടി രണ്ടായിട്ട് മെടഞ്ഞിട്ടിരിക്കുന്നു. ഓർമ്മയിൽ നിന്നും പറയും പോലെയായിരുന്നു രവിയുടെ വർത്തമാനം. കള്ളം ചമച്ച് പറയുന്നതിൻ്റെ പരിഭ്രമമൊന്നുമില്ല. ഇയാൾ കണ്ടത് വേറെ ഏതോ പെൺകുട്ടിയായിരിക്കും. ഒരേ ചായയിൽ ഒന്നിലധികം പേരുണ്ടല്ലോ. ഞാൻ കണ്ട പെണ്ണ് പുണ്ടരീകപുരത്ത് തീർത്ഥാടകരുടെ വണ്ടിയിൽ തന്നെയാണ് കയറിയത്. പെട്ടെന്ന് വണ്ടി വിട്ടു പോകുന്നതുകൊണ്ട് എനിക്കതിൽ കയറാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോഴാണ് അവൾ വേഷമെല്ലാം മാറ്റിയിരുന്നു. അന്നത്തെ പരിഷ്കാരി പെണ്ണ് വേഷമെല്ലാം മാറ്റി പുതിയൊരുത്തിയായിട്ട് മാറിയിരിക്കുന്നു. പാവാടയും താവണയും ധരിച്ച് നാടൻ പെണ്ണായാലും എനിക്കവളെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അവൾ അഭിനയിക്കാൻ സമർത്ഥ്യ. ഹരിയിൽ നേരിയ ശങ്ക ഉണർന്നിരുന്നു. ഇവൻ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ആട്ടെ, ഇയാൾ പറയുന്നത് ശരിയാണെന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു, ഹരി പറഞ്ഞു. ചുരിദാറും കുർത്തയും പാവാടയും താവണയുമോ എന്തുമായിക്കൊള്ളട്ടെ, അവളുടെ വേഷം. യാത്രക്കിടയിൽ റോഡിൽ വെച്ച് കണ്ടു എന്നുള്ള ബന്ധം മാത്രമല്ലല്ലോ നിങ്ങൾ തമ്മിൽ. അതിൻ്റെ പേരിൽ ഇനി അവളെ ശല്യം ചെയ്യുന്ന എന്തിനാ? അവൾ ഇയാളുടെ ആരുമല്ലല്ലോ. രവിയുടെ മുഖം കറുത്തു. എന്തിനും പോകുന്ന മട്ടിൽ നെഞ്ചു വിരിച്ചു നിന്നു അവൻ. ഈ ചോദ്യം ചോദിക്കുന്ന നിനക്ക് അവളുമായിട്ട് എന്താണ് ബന്ധം? അവൾ നിൻ്റെ ആരുമല്ലല്ലോ. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഹരിയൊന്ന് പതറി. ലോകം അംഗീകരിക്കുന്ന യാതൊരു ബന്ധവും തങ്ങൾക്കിടയിലില്ല. പരസ്പര സ്നേഹം മാത്രമാണ് തങ്ങൾക്കിടയിൽ കണ്ണി. വഴിയിൽ കണ്ടിരുന്ന പെണ്ണിന് പിന്നാലെ ഭ്രാന്തെടുത്ത് വന്ന ഇവനോട് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. മര്യാദ അറിയാത്തവനോട് മര്യാദ കാണിച്ചിട്ട് കാര്യമില്ല. അവൾ എൻ്റെ ആരുമല്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമായിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാറുമില്ല. എന്നിട്ട് ഏതു നേരം നിങ്ങൾ രണ്ടിനെ ഒരുമിച്ചാണല്ലോ കാണാൻ പറ്റൂ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായതുകൊണ്ട്. അതുപോലെ തന്നെ കയ്യേറ്റത്തിനൊന്നും ഞാനില്ല. ഭജിക്കാൻ വന്നിട്ട് രവി പല്ലു ഞെരിച്ചു. നിൻ്റെയൊക്കെ ഒരു കള്ളവചനം. നിസ്സാരഭാവത്തിൽ ഹരിച്ചിരിച്ചു. തൽക്കാലം സാറൊന്ന് പുറത്തു പോ, അവൻ ആവശ്യപ്പെട്ടു. എനിക്ക് എൻ്റേതായ ചില ജോലികളുണ്ട്. അവൾ വരുന്ന നേരമായിട്ടുണ്ടാവും. അതെ, അത് ഞങ്ങളുടെ സൗകര്യം. നോക്ക്, നിനക്ക് അവളെ കിട്ടാൻ പോണില്ല കേട്ടോ. അവളെ ആണുങ്ങൾ കൊണ്ടുപോകും, അവൾ പോലും അറിയാതെ. ഹരിയെ നോക്കി പുച്ഛത്തിൽ കൈഞ്ഞൊടിച്ചിട്ട് രവി ഇറങ്ങി പുറത്തേക്ക് പോയി. രവിയുടെ മുന്നിൽ ധൈര്യം നടിച്ചെങ്കിലും അവൻ്റെ ഭീഷണി അത്ര നിസ്സാരമായിട്ടായിരിക്കും തോന്നിയില്ല. അവൻ്റെ പിന്നിലെ സഹായികളുണ്ടാവും. ദുഷ്ടന്മാർക്ക് ശക്തമായ പിൻബലമുണ്ടാവുക സ്വാഭാവികമാണ്. ഒരുപക്ഷെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി വമ്പന്മാർക്ക് വ്യാപാരം ചെയ്യുന്ന വല്ല സംഘത്തിൻ്റെ ആളാണെന്ന് വരാം ഇവൻ. പാപ്പ അനാഥയാണെന്നുള്ളതാണ് ഇവൻ കാണുന്ന സൗകര്യം. അവളുടെ സൗന്ദര്യവും ഒരു ഘടകമാണ്. എന്നാൽ പാപ്പാത്തിയിൽ ബലം പ്രയോഗിക്കാനുള്ള അധികാരമൊന്നും ഇവനില്ലല്ലോ. അനാഥയായ ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുക എന്നത് കടമയെങ്കിലും തൻ്റേതാണ്. തന്നിൽ നിന്നും അത്രയെങ്കിലും കാരുണ്യം അവൾ അറിയിക്കുന്നുണ്ട്. അതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കേണ്ട കാര്യം ആർക്കുമില്ല. ഇക്കാര്യത്തിൽ പുണ്ടരീകപുരത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം മാത്രമാണ് ഹരിക്ക് ദഹിക്കാത്തത്. ആ ഷാള്. മഞ്ഞ ചുരിദാറും മഞ്ഞയിൽ സ്വർണ്ണപ്പൊട്ടുകളുള്ള കമ്മീസും ധരിച്ചാണ് അവളെ തീർത്ഥാടകരുടെ ബസ്സിൽ കയറിയതെന്നാണ് രവിയുടെ വാദം. എന്തിന് അവൻ അങ്ങനെ ഒരു നുണ പറയണം? ആ ഷാൾ ഒരു കള്ളമാണെങ്കിൽ പാപ്പ ഉപയോഗിക്കുന്ന നേരം ഒരു ധാവണി അവന് കൊണ്ടുവരായിരുന്നില്ലേ? വിശ്വസിക്കാൻ എളുപ്പമാണ്. വൈകുന്നേരം നടക്കിൽ വെച്ച് ഹരി ആ സംശയം പാപ്പയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പാപ്പ, നീ മുമ്പൊക്കെ ഒരു ചുരിദാർ കമ്മീസാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഇല്ലേ? അവളെ കൈമലർത്തി. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഷിത്തി ഒരു നല്ല പാവാട പോലും തുന്നിച്ചു തന്നിട്ടില്ല. പഴയതും പിഞ്ഞതും ഒക്കെ തുന്നിയിട്ടിട്ടാ ഞാൻ നടന്നിരുന്നത്. അവൾ പറഞ്ഞത് പൂർണ്ണമായും സത്യമായും ഹരിക്ക് തോന്നി. പാപ്പായുടെ പഴയ കഥകൾ അവൾ പറഞ്ഞപ്പോഴൊന്നും ചുരിദാറോ കമ്മീസോ ഷാളോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരു പുതിയ പട്ടുപാവാടക്കായി അവൾ കൊതിച്ചതായും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവൻ രഹസ്യമായ ആനന്ദത്തോട് തിരക്കി. പാപ്പായ ആനന്ദം ആദ്യം കാണുമ്പോൾ ഏത് വിഷയത്തിലായിരുന്നു? ഇതേ നരച്ച പാവാടയും താവണയും തന്നെ. ആനന്ദത്തിൻ്റെ മുഖത്ത് സഹതാപം. പാവം, അതിൻ്റെ കഥകളൊക്കെ ഹരിക്കും അറിയാമല്ലോ. കാവാരിയമ്മയോടൊപ്പമായിരുന്നു അവൾ പുണ്ടരീകപുരത്തെത്തിയത് അല്ലേ? ആ,
ആദ്യം ഞങ്ങളൊക്കെ വിചാരിച്ചത് ആ തള്ളയുടെ കൊച്ചുമകളായിരിക്കുന്ന. എന്താ ഹരി ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? ഇതേപ്പറ്റിയൊന്നും പാപ്പ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ചോദിച്ചാ. പാപ്പ പാവാ, ആരുമില്ലാത്ത കുട്ടിയാ. ആനന്ദം പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ട്. പാപ്പാത്തിക്ക് പുണ്ടരീകപുരത്ത് അമ്മ മാത്രമേ ഉള്ളൂ. ഹരി അവൾക്ക് തുണയാകുമെങ്കിൽ. ആനന്ദം പ്രതീക്ഷയിൽ ഹരിയെ നോക്കി. ഹരി ശബ്ദിച്ചില്ല. ഹരിയോട് ഇതേപ്പറ്റി പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഭജനം പാർക്കാൻ വന്നവരുതാണ് ഞങ്ങൾ. എന്നാലും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാം. പുണ്ടരീകപുരത്തുള്ള അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. ഹരി നിശബ്ദം പുഞ്ചിരിച്ചു. അന്ന് ഉണങ്ങലരിച്ചോറിനെ കൂട്ടാൻ കടുമാങ്ങ തിരക്കി കാവേരിയമ്മ ഹരിയുടെ മുറിയിലെത്തി. മനഃപൂർവ്വം ഞാൻ ആ പെണ്ണിനെ പറഞ്ഞയക്കാത്തത്, കാവേരിയമ്മ പറഞ്ഞു. ഞാൻ വളം വെച്ച് കൊടുത്തിട്ട് അവളും കുട്ടനുമായിട്ട് ഇത്രയധികം ഇഷ്ടമായതെന്നാണ് ഇവിടെയുള്ള സകല പെണ്ണുങ്ങളും പറയണത്. അവർ മൂക്കിൽ വിരൽ ചേർത്തു. നോക്കണേ, കുറ്റം ഈ കാവേരിക്ക്. രണ്ടുപേരെ ആവുന്നത്ര ഉപദേശിച്ചോളാം ഞാൻ. വേണ്ട വേണ്ട, ഭജനം പാർക്കാൻ വന്നതാ, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞതല്ലേ. കുട്ടൻ്റെ ഓപ്പോൾക്ക് പോലും ദേഷ്യം എൻ്റെ അടുത്തായിരുന്നു. കഴിഞ്ഞ കുറി വന്നിട്ട് ഞാൻ പിന്നാലെ ഓടിച്ചെന്നിട്ടും എൻ്റെ നേരെ ഒന്ന് നോക്കി പോലുമില്ല. ഭജനം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും രണ്ടിടത്തേക്ക് പോകും. ഇല്ല, പെട്ടെന്നായിരുന്നു ഹരിയുടെ പ്രതികരണം. ഇവിടം വിട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അയ്യോ, ആ തമിഴ് പെണ്ണിനെയും കൂട്ടി ചെന്നാൽ കുട്ടൻ്റെ വീട്ടുകാർ ആരെന്ത് വിചാരിച്ചാലും എൻ്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. കാവേരിയമ്മയുടെ മുഖം കഷായം കുടിച്ച മട്ടിലെ. കടുമാങ്ങയുമായിട്ട് അവർ മടങ്ങുമ്പോഴാണ് ഹരി ചോദിച്ചത്. പുണ്ടരീകപുരം തീർത്ഥാടകരുടെ വണ്ടിയിൽ വെച്ചല്ലേ കാവേരിയമ്മ പാപ്പാത്തിയെ ആദ്യമായിട്ട് കാണുന്നത്? അതേലോ കുട്ട. കാവേരിയമ്മ തിരിഞ്ഞു നിന്നു. ഓളെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്. ആ നന്ദിയൊന്നും അതിനില്ല. തമിഴ് പേഷനോളല്ലേ. നമ്മൾ മലയാളികളുടെ സ്നേഹമൊന്നും അവറ്റകൾക്കില്ല. പാപ്പാത്തിയോടുള്ള വെറുപ്പുകൊണ്ടല്ല, അവളിലുള്ള തൻ്റെ താല്പര്യം ചോർത്തുന്നതിന് വേണ്ടിയാണ് തള്ള ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹരിക്ക് മനസ്സിലായി. ആട്ടെ കാവേരിയമ്മേ. കാവേരിയമ്മ ഈ പാപ്പാത്തി ആദ്യമായും ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ എന്തായിരുന്നു അവളുടെ വേഷം? കാവേരിയമ്മയിൽ അമ്പരപ്പുണ്ടായി. നിഷ്കപടമായ ഒരു ചിരിയും ആ മുഖത്ത് തെളിഞ്ഞു. ഓർക്കണല്ലേ കുട്ടിയെ, ജലപ്പിശാശ് വാദിച്ച് എൻ്റെ മോൻ്റെ കാര്യത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. ബസ്സിലാണെങ്കിൽ നിറയെ ആളും. ഏതോ ഒരു പെണ്ണ് എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. വെളുപ്പിനെ ഞങ്ങൾ പുണ്ടരീകപുരത്തെത്തിയത്. പുണ്ടരീകപ്പുഴയിൽ കുളിക്കുമ്പോൾ ഓള് വന്ന് എന്നോട് ചോദിച്ചു, ഒരു തുണി കൊടുക്കാവോ എന്ന്. ഉടുത്തിരുന്നത് നനച്ചപ്പോൾ മറുതുണിയില്ലാത്തൊരു കുട്ടി. എനിക്ക് നന്നേ സങ്കടം തോന്നി. അന്നേരത്ത് ഭജനപടത്തിൽ പാർത്തിരുന്ന ഒരു അമ്മയാർ അവരുടെ മകളുടെ പാവാടയും ജാക്കറ്റും തന്നു. അങ്ങനെ പലരും ദാനം കൊടുത്തതാ ആ കുട്ടിക്ക് ഇപ്പോഴുള്ളതല്ല. ഹരി സ്തബ്ധയായി നോക്കി നിൽക്കെ പറഞ്ഞു നിന്ന് നേരം ഷിയായി എന്ന് പറഞ്ഞ് കാവേരിയമ്മ പുറത്തേക്ക് ഓടി. അധ്യായം 17. രവി പറഞ്ഞത് നുണ തന്നെയാവണം, ഹരി ഉറപ്പിച്ചു. പാപ്പാത്തി ചുരിദാർ കമ്മീസ് ധരിച്ച് തീർത്ഥാടക വണ്ടിയിൽ കയറിയിരിക്കാൻ വഴിയില്ല. അവൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് അവൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവളുടെ വേഷം അവൻ പറഞ്ഞതല്ല, ആ ഷാളും അവളുടേതല്ല. അക്കാര്യത്തിൽ മാത്രം രവി കള്ളം പറഞ്ഞു. അവളെപ്പറ്റി തന്നെ തെറ്റിദ്ധരിപ്പിക്കാനാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢോദ്ദേശം. അവൻ നല്ലതല്ലാത്തതുകൊണ്ട് അവൻ്റെ ഉദ്ദേശങ്ങളും നല്ലതായിരിക്കില്ല. അതുകൊണ്ട് അവൻ അവഗണിക്കാൻ തന്നെ ഹരി തീരുമാനിച്ചു. എന്നാൽ രവിയുടെ കണ്ണുകൾ ഹരിയെയും പാപ്പാത്തിനും സദാ പിന്തുടർന്നു. തൻ്റെ ഉദ്ദേശത്തിന് ഹരി തടസ്സമാണെന്ന് രവിക്ക് വ്യക്തമായി കഴിഞ്ഞു. ഒരു നാൾ ഗുരുതി നേരം നടക്കിലെ ആൾത്തിരക്ക്. ബാധപീഡിതരും സാധാരണ പതിനേക്കാളും ഒരുപോലെ ആടിയും പാടിയും സ്വയം മറന്ന നിമിഷം. ഇപ്പോൾ പാപ്പാത്തി പ്രേതബാധിതയെപ്പോലെ തുള്ളിയാടാറില്ല. കരയാറോ പുലമ്പാറോ ഇല്ല. ഈണത്തിലെ കീർത്തനങ്ങൾ ആലപിക്കുക മാത്രം. അന്ന് ഭജനം നയിച്ചത് ഹരിഗോവിന്ദനായിരുന്നു. ഹരിയും പാപ്പായും നടയുടെ 2 വശങ്ങളിലായിരുന്നു. ഗുരുതിയുടെ പ്രധാന മുഹൂർത്തങ്ങളെത്തിയപ്പോഴേക്കും അവർക്കിടയിലുള്ള അകലം വർദ്ധിച്ചു. ഉന്മാദ നർത്തകർ ഇളകിയും പുളഞ്ഞും ആടുന്നതിനിടയിൽ പാപ്പ പലപ്പോഴും ഹരിയുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറഞ്ഞുപോയി. ആനന്ദവും കാവേരിയമ്മയും എല്ലാം ഭക്തിലഹരിയിലായിരുന്നു. ഹരിയുടെ കാഴ്ചപ്പാടിൽ നിന്നും പാപ്പാത്തി അകന്നുവെന്ന് ബോധ്യമായതും രവി അവൾക്കരികിലെത്തി. അവൻ പിന്നിൽ നിന്നും കയ്യിൽ കടന്നു പിടിച്ച ശേഷമാണ് പാപ്പ അറിഞ്ഞത്. അവൾ ഭീതിയിൽ അവനെ തിരിഞ്ഞു നോക്കി. ഒച്ചയുണ്ടാക്കരുത്, രവി അവളുടെ കാതിൽ പറഞ്ഞു. നിനക്കൊരിക്കലും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ തേടിയാണ് ഞാൻ പിന്നാലെ വന്നത്. നിന്നെ ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പോഴും പാപ്പാത്തി നാമജപം നിർത്തിയില്ല. വഞ്ചകി, രവി പല്ല് തിരിച്ചു. നിന്റെ അടവ് എനിക്ക് മനസ്സിലാകില്ലെന്നാണ് വിചാരിച്ചത്.
നീ പഠിച്ച കള്ളിയാണെന്ന് എനിക്കറിയാം. ചുരിദാറും കമ്മീസും ധരിച്ച നീ ആ വണ്ടിയിൽ പാഞ്ഞു കയറുന്നത് ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാണ്. എന്നിട്ട് ഞാനിവിടെ എത്തിയപ്പോഴേക്കും നീ പട്ടുപാവാടയും ജാക്കറ്റൊക്കെ അണിഞ്ഞ് വേഷം മാറി വേറൊരുത്തിയായിരിക്കുന്നു. എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് വിചാരിച്ചത്. നീ ആരാ? എന്തിനാ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് വേഷം മാറി ഒളിച്ചു കളയണത്? ഒന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ പോലീസിനെ കാണിക്കൊടുക്കും. ഒരു പണക്കാരൻ പയ്യനെ കറക്കിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട, എന്നിട്ട് രക്ഷപ്പെടാമെന്നും വിചാരിക്കേണ്ട. ആൾത്തിരക്കിനിടയിൽ പാപ്പാത്തിയും രവിയും. എങ്കിലും ആരും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുരുതി കലക്കി വെച്ച ഉരുളികളിലായിരുന്നു എല്ലാ കണ്ണുകളും. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് സ്നേഹമായിട്ട് ഒത്തുപോകാം. നീ എൻ്റെ ഒപ്പം നിന്നാൽ മതി. ആ പരിസരത്ത് നടക്കുന്ന ഒരലർച്ച. അത് പുറപ്പെട്ടത് പാപ്പാത്തിയിൽ നിന്നായിരുന്നു. ഗുരുതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രവിയെ തള്ളി എറിഞ്ഞിട്ട് പാപ്പാത്തി ഗുരുതി കളത്തിലേക്ക് ഓടി. കുത്തുവിളക്കുകളിലൊന്നെടുത്ത് അവൾ രവിയുടെ നേർക്ക് പാഞ്ഞു. ആൾക്കൂട്ടം ചിന്നിച്ചിതറി. കൂട്ടം നിലവിളി ഉയർന്നു. ആരൊക്കെയോ ചേർന്ന് പാപ്പാത്തിയെ പിടിച്ചു നിർത്തി. രവി ഓടി രക്ഷപ്പെട്ടിരുന്നു. അമ്മേ നാരായണ ജപങ്ങൾക്കിടയിൽ കുത്തുവിളക്കുമായിട്ട് പാപ്പാത്തി കുഴഞ്ഞു താഴെ വീണു. ക്ഷേത്രത്തിൽ ഭജനത്തിലെത്തുന്ന ഉന്മാദിനികൾക്കിടയിൽ അതൊരു വിശേഷ സംഭവമല്ലാത്തതിനാൽ മറ്റുള്ളവർ അവളെ അവഗണിച്ചു. ആനന്ദവും കാവേരിയമ്മയും മാത്രമായിരുന്നു അരികിൽ. ഹരി അടുത്തെത്തുമ്പോൾ പാപ്പ തളർന്നു കിടക്കുകയായിരുന്നു. ഗുരുതി കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ പരിസരത്താരും ഉണ്ടായിക്കൂടെന്നാണ് നിയമം. അതുകൊണ്ട് ബോധം തെളിയാൻ കാത്തു നിൽക്കാതെ തന്നെ പാപ്പായെ താങ്ങി എഴുന്നേൽപ്പിച്ചു വാരി. ആനന്ദത്തിൻ്റെ കൂടെ സഹായത്തിലാണ് അവൻ അവളെയും കൊണ്ട് പടിക്കെട്ടുകൾ കയറിയത്. പാതിപ്പടികൾ കയറിയപ്പോഴേക്കും പാപ്പാത്തി മിഴികൾ തുറന്നു. എങ്കിലും അവൾ ഹരിയുടെ കയ്യിലെ പിടിവിട്ടില്ല. നിനക്കെന്തു പറ്റി പാപ്പാ? ഹരി ചോദിച്ചു. ഗുരുതിക്കളത്തിൽ കയറി കുത്തുകൾ കയറുത്ത് എന്തിനാ? എനിക്കറിയില്ല സുപ്പു, തളർന്ന ശബ്ദത്തിൽ പാപ്പാത്തി അറിയിച്ചു. രവി എന്നെ ഉപദ്രവിക്കാൻ വന്നു. എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഞാൻ ദേവീ സ്തോത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടതേയില്ല. ഞാൻ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല സുപ്പു. അല്ലെങ്കിലും രവി ഇപ്പോൾ തീരെയും ശരിയില്ല, ആനന്ദം പറഞ്ഞു. തോന്നുമ്പോഴാണ് ഭജനയ്ക്ക് ചേരുന്നത്, അല്ലാത്തപ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഏതോ വൃത്തികെട്ട മദ്യത്തിൻ്റെ ഗന്ധം വരും. ആരോടാ പരാതി പറയുക? ദേവി എല്ലാവരുടേതല്ലേ. ഭജനത്തിൻ്റെ ചിട്ടകൾ തെറ്റിക്കുന്നവരെ പറഞ്ഞുവിടാൻ ദേവി തന്നെ വേണ്ടിവരും. ദേവസ്വം ഓഫീസിൽ പരാതിപ്പെട്ടൂടെ? ഹരി ചോദിച്ചു. ഒരിക്കൽ ആരോ ആരുടെയോ കാര്യത്തിൽ പരാതിപ്പെട്ടതാ, ആനന്ദൻ ചോദിച്ചു. ചോദ്യം ചെയ്യാൻ ആൾ വന്നപ്പോൾ പ്രതിവാദിയായി. തിരികെ വേറെ 100 ആരോപണം. ആരോ പറയണത് വിശ്വസിക്കണമെന്ന് അറിയാതെയായി ദേവസ്വം ഓഫീസിലുള്ളവർക്ക്. എല്ലാവരും ഇന്ന് വന്ന് നാളെയോ മറ്റന്നാളോ പോകുന്നവരല്ലേ. എന്തിനാ മത്സരം എന്ന് വിചാരിച്ച് അധികം പേരും കണ്ണടയ്ക്കും. ഹരി അതിന് മറുപടി പറഞ്ഞില്ല. ദേവി ചോദിച്ചോളും അവനോട്, ആനന്ദം പറഞ്ഞു. കരയുന്നവർക്ക് കണ്ണീരൊപ്പം മാത്രമല്ല, ദുഷ്ടന്മാരെ നിലയ്ക്ക് നിർത്താനും പോകുന്നോളാ പുണ്ടരികവൃത്തമ്മ. പക്ഷെ ഹരിക്ക് തൃപ്തിയായില്ല. വല്ലാത്ത രോക്ഷം നെഞ്ചിനുള്ളിൽ. പാപ്പ വിഷമിക്കണ്ട, ഞാൻ അവനോട് ചോദിച്ചോളാം. അവൻ പാപ്പാത്തിയെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് വചനമഠത്തിൽ വെച്ച് ഹരിക്ക് രവിയെ എടുത്ത് കിട്ടി. കയ്യാങ്കളിയാണ് ഉദ്ദേശമെങ്കിൽ ഇതാ ഇപ്പോഴാകാം. ഹരി അവനോട് തുറന്നടിച്ചു. കാവേരിയമ്മയുടെ അറയിൽ അവളുണ്ട്, പിടിച്ചോണ്ട് കോണമെങ്കിൽ കൊണ്ടുപോടാ, കാണട്ടെ. രവി പുച്ഛത്തിൽ ഹരിയെ നോക്കി ഒന്ന് ചിറിയൂട്ടി. പിന്നെ നിസാരമട്ടിൽ നടന്നുപോയി. ഭജനമഠത്തിൻ്റെ മുറ്റത്ത് തുണി ഉണങ്ങാൻ വിരിച്ചുകൊണ്ടിരിക്കുന്ന മന്ദാകിനിയമ്മ മൂക്കിൽ വിരൽ ചേർത്തു. അയ്യേ, ഭജനം പാർക്കാൻ വന്നിട്ട് പെണ്ണുവഴക്ക്. ദേവി, ഇവറ്റകൾക്കൊക്കെ എന്താണ് വെച്ചിരിക്കണത്? ആൺകുട്ടികളെ എന്തിനാ പറയണത്? പെണ്ണുങ്ങളല്ലേ ഒരുമ്പിട്ടിറങ്ങിയിരിക്കണത്. പിന്നെന്താ കാട്ടുക? തിരിഞ്ഞ് ഭജനമഠത്തിൻ്റെ ഇറയത്ത് നിന്നിരുന്ന കാവേരിയമ്മയോട് ചോദിച്ചു. കേട്ടോ കാവേരിയമ്മേ, നിങ്ങളുടെ വളർത്തുപുത്രിയുടെ കാര്യമാണ് പറയണത്. ഊരും പേരും അറിയാത്ത ഓരോന്നിനെയൊക്കെ വിളിച്ച് കൂടെ പാർപ്പിച്ച ഒടുവിൽ പേരുദോഷം കിട്ടുക നിങ്ങൾക്ക് തന്നെയാവും. കാവേരിയമ്മ അതിന് മറുപടി പറഞ്ഞില്ല. പാപ്പാത്തി വിറക് ശേഖരിക്കാൻ കുന്നിൻ ചെരുവിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവൾ മടങ്ങിയെത്തിയതും കാവേരിയമ്മ പൊട്ടിത്തെറിച്ചു. എന്ത് ഭാവിച്ച പെണ്ണേ നീ? കുറച്ച് നാളായിട്ട് നിൻ്റെ ഭാവമാറ്റം ഞാൻ കാണുന്നുണ്ട്. വേണ്ടാന്ന് വെച്ച് ക്ഷമിച്ചതാ ഞാൻ. എനിക്കെന്താ കാര്യം എന്ന് നിരീച്ച്. ഇപ്പോൾ ആളോട് ചോദിക്കുന്നത് എൻ്റെ അടുത്താണ്. ആ പയ്യൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കണതിന് ഞാൻ കാണട്ടെ. പിന്നെ അവിടെ തന്നെ പോയി താമസിക്കേണ്ടി വരും, നോക്കിക്കോ. പാപ്പാത്തി വിറകുകെട്ടുമായിട്ട് അകത്തേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും കരച്ചിൽ കെട്ടു. കാവേരിയമ്മ ആശ്വസിപ്പിക്കാൻ പോയില്ല. പുണ്ടരീകപുരത്തമ്മയെ അവർക്ക് നല്ല ഭയമുണ്ടായിരുന്നു. വൈകുന്നേരം പാപ്പാത്തി പായയിൽ നിന്ന് എഴുന്നേറ്റില്ല. കാവേരിയമ്മ പുഴയിൽ പോയി കുളിച്ചു വന്നു. നീ എന്താ കുളിക്കണില്ലേ?
എന്തെങ്കിലും അവർ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കാവേരി അമ്മ അവളെ ശ്രദ്ധിക്കാതെ ക്ഷേത്രത്തിലേക്ക് നടന്നു. പ്രദക്ഷിണ വഴിയിൽ വെച്ച് രവിയും അവരുടെ ഒപ്പം കൂടി. തള്ള എന്തിനാ ആ പെണ്ണിനെ കൂടെ പാർപ്പിച്ചിരിക്കണത്? വെറുതെ ചീത്തപ്പേരിന്. കാവേരി അമ്മ രവിയെ നോക്കി. ആരുമില്ലാത്ത ആളാണെന്ന് വിചാരിച്ചാ? നിങ്ങൾക്കറിയില്ലല്ലോ അവൾ ആരാണെന്ന്. വല്ല കൊള്ളയോ കൊലയോ നടത്തിയിട്ട് നാട് വിട്ട് പോണതാണെന്ന് നിശ്ചയമുണ്ടോ? ചിലപ്പോൾ ദുർനടപ്പ് കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാവും. ആർക്കറിയാൻ സത്യം? കാവേരി അമ്മയിലൊരു ഞെട്ടലുണ്ടായി. അവർ രവിയെ തുറച്ചു നോക്കി. അവളുടെ കാലിൽ കിടക്കുന്ന ഒരു കൊലുസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3-4 പവനുണ്ടാവും അത്. തനി തങ്കം. അത്രയൊന്നും എങ്ങനെ അവളുടെ കാലിൽ വന്നു? തെണ്ടിപ്പെറുക്കി നടക്കുന്ന ആ പെണ്ണിൻ്റെ കാലിലെ അതും ഒരൊറ്റ കൊലുസ് മോട്ടിച്ചതാവും. കാവേരി അമ്മ നിന്നുപോയി. രവി പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, രവിയെ അവർക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ അവൻ്റെ വർത്തമാനം അവരെ വീഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കൊലുസിനെ പറ്റി അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവളുടേതാണെന്നാണ് പറഞ്ഞത്. ഇണക്കൊലുസ് പുഴയോരത്തെ മണലിൽ കളഞ്ഞു പോയത്രേ. ശുദ്ധ അസംബന്ധം, രവി പറഞ്ഞു. എന്ന് വെച്ച് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. കളവ് മുതലാണെങ്കിൽ എന്തെങ്കിലും പോലീസ് അന്വേഷണം ഉണ്ടാവും. കൂടെ നിൽക്കണവരൊക്കെ ആപ്പിലും ആവും. കാവേരി അമ്മ വീണ്ടും നടുങ്ങി. രവി നടന്നുപോയി. പാപ്പാത്തി ഭജനമഠത്തിലെ മുറിയിൽ വിരിച്ച പായൽ നിന്നും എഴുന്നേറ്റതേയില്ല. അന്ന് അവളെ ദീപാരാധനയ്ക്കോ ഗുരുതിക്കോ ഒന്നും പങ്കുകൊണ്ടില്ല. ഒരേ കിടപ്പ്, ഒരേ കരച്ചിൽ. പക്ഷെ ചുണ്ടുകളാൽ ദേവീസ്തോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പാപ്പാത്തിയെ കാണാതെ ഹരിക്ക് പരിഭ്രമമായി. ഗുരുതി കഴിഞ്ഞപ്പോൾ ആദ്യം പുറത്തേക്ക് കടന്നത് അവനാണ്. കാവേരി അമ്മയുടെ അറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അകത്തുനിന്നും ലളിത സഹസ്രനാമം കേട്ടു. ഹരി ജനാലയ്ക്കലെത്തി. പാപ്പ, അവൻ മെല്ലെ വിളിച്ചു. പാപ്പ ജനലഴികൾക്കപ്പുറത്തു നിന്നും മുഖം കാട്ടി. എന്താ പാപ്പ? ഹരി ചോദിച്ചു. പാപ്പാത്തി ഏങ്ങി കരഞ്ഞു. പറയേ പാപ്പ. കൊടിഞ്ഞു വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി സുപ്പുവിൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നത് കണ്ട ഞാൻ അവിടെ തന്നെ വന്ന് താമസിക്കേണ്ടി വരുമെന്നാണ് കാവേരിയമ്മ പറഞ്ഞത്. ഹരിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇതിനാണോ? സാരമില്ല, ആ മുറിയിൽ ഒരാൾക്ക് കൂടി താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പാപ്പാത്തി അവിശ്വാസത്തിൽ അവനെ നോക്കി. അവൻ്റെ മുഖം ദൃഢമായി. അപ്പോഴേക്കും ഗുരുതി കഴിഞ്ഞ ആളുകൾ മഠങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഹരി ജനാലയ്ക്കിൽ നിന്നും തിരിഞ്ഞു നടന്നു. അന്ന് രാത്രിയിൽ ആനന്ദത്തിൻ്റെ മുറിയിൽ നിന്നും അവിടെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടി. ആനന്ദത്തിന് കഠിനമായ വയറുവേദന. സാധാരണ നടക്കിലെത്തുമ്പോഴാണ് അവൾക്ക് പ്രേതസാന്നിധ്യം പ്രകടമാവാറുള്ളത്. ഇപ്പോൾ മുറിക്കുള്ളിൽ കിടന്ന് അവൾ വേദന കൊണ്ട് പുളയുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ മരുന്നുകൾ നൽകിയിട്ടും യാതൊരു ആശ്വാസവുമില്ല. ദേവിയുടെ കോമരമായ രംഭയമ്മയും കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഭസ്മമിട്ട് ഒഴിഞ്ഞിട്ടും ആനന്ദം ശാന്തമായില്ല. രാവ് മുഴുവൻ അവൾ നൊന്തുപിടഞ്ഞു. പുലർച്ചെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ ഭജനം തുടരണമോ എന്ന് 2 പക്ഷം. ഒടുവിൽ സ്വന്തം തീരുമാനത്തിൽ ആനന്ദം ഉറച്ചു വന്നു. ചത്താലും ഞാൻ ഭജനം മുടക്കില്ല. നോവോടെയാണ് അവൾ കുളിച്ച് നിർമ്മാല്യം തൊഴാൻ നടക്കിലെത്തിയത്. നട തുറന്നതും അമ്മക്കോമരം തുള്ളി ആനന്ദത്തിൻ്റെ നേർക്ക് പാഞ്ഞെത്തി. ഒരു കൈക്കുടന്ന നിറയെ ഭസ്മം. അത് ആനന്ദത്തിൻ്റെ ശിരസിൽ ചുരിഞ്ഞു. മകളെ, നിനക്കിന്ന് അനുഗ്രഹം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.